അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. പാലട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്. അതിനായിട്ട് നമുക്കൊരു 3-4 ഏലക്ക എടുത്തിട്ട് മാവ്, അതായത് മൈദാ മാവ് ഞാനൊന്ന് ലൂസാക്കിയിട്ടാണ് മിക്സിയിലിട്ട് അടിക്കുന്നത്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് കട്ടയൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് പരത്തുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലോട്ട് ഇത് നമ്മളിപ്പോൾ മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ, അതായത് അത്രയും വലിപ്പത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അധികം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ പഞ്ചസാരയായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഇത് പാനിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ പഞ്ചസാര ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. ഓവറായിട്ട് പഞ്ചസാര ഇടണ്ട, ലൈറ്റ് പഞ്ചസാര. നെയ്യ് ഇതും കൂടെ ആകുമ്പോൾ ഭയങ്കര മധുരമായിട്ട് വരും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് ശേഷം അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഇത് ആദ്യം ഒരു വശത്തോട്ട് മടക്കി കൊടുക്കണം. ചട്ടകം വെച്ച് മറിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ കൈയും കൂടെ യൂസ് ചെയ്യാം. നമുക്കൊക്കെ ഇപ്പം ഇത് ശീലമായല്ലോ, അതുകൊണ്ട് കൈയൊന്നും പൊള്ളുകയില്ല. അന്നേരം ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ലുക്ക്. കാരണം 4ആയിട്ട് മടക്കിയിട്ട് ഈ ഷേപ്പിലാണിത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ വേണം കഴിക്കാനായിട്ട്. കാരണം ഇത് തണുത്ത് കഴിയുമ്പം അതിൻ്റെ നെയ്യ് നന്നായിട്ട് ഇതിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പം അത്രയും ടേസ്റ്റ് ഇല്ല. പക്ഷേ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ മക്കളൊക്കെ വരുന്ന ടൈമിൽ നമ്മളിത് ഉണ്ടാക്കിയാൽ മതി. നേരത്തെ ഉണ്ടാക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന ടൈമിൽ പോലും നമുക്ക് അത്ര സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് മാത്രമല്ല, നമുക്കും കഴിക്കാം. നല്ലൊരു ഫുഡാണ്. നെയ്യൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കിത് വളരെ ഇഷ്ടപ്പെടും. അവരറിയുന്നില്ല ഇതിനകത്ത് നെയ്യാണ് ചേർക്കുന്നത്. അവരോട് പറയാതിരുന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കഴിച്ചോളും. ചില മക്കൾക്കൊക്കെ നെയ്യ് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതൊക്കെ അവരറിയാതെ തന്നെ അത് കഴിച്ചു പോകും. ഇത് മറിച്ചിട്ട് 4ആയിട്ട് മടക്കിയെടുക്കാം. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിനൊരു ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ചട്ടകം വെച്ച് തന്നെ മറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൈയും കൂടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, എന്ത് രസമാണ് ആ പ്ലേറ്റിലിരിക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലടയാണ്. എനിക്ക് കമൻറ്റും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ.